ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, ജെയിംസ് ഷേർലി എഴുതിയിട്ടുള്ള ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്ന ആ ഒരു കവിതയ്ക്കകത്ത് നിന്ന് ഏതെല്ലാം രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. സോ വി കൻ ഹിയർ സിംപ്ലി സേ ദാറ്റ് ജെയിംസ് ഷേർലിയുടെ ഡെത്ത് ദ ലെവലർ എന്ന് പറയുന്നത് ഒരു ഫ്യൂണറൽ സോങ് ആണ്, ഒരു വിലാപകാവ്യമായിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു കവിതേനെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു കവിതയ്ക്കകത്ത് which mainly talks about here the central idea of the poem is the vanity and impermanence of earthly glory and power എന്നുള്ളതാണ്. അതായത് ഈ ദുനിയാവിലെ, ഈ ഭൂമിയിലെ എല്ലാ രീതിയിലുള്ള അധികാരങ്ങളും, നമ്മുടെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും എന്താണ്, ഇംപെർമനൻ്റ് ആണ്. ദാറ്റ് ഈസ് നോട്ട് പെർമനൻറ്റ്. അതെല്ലാം ഇല്ലാതായി പോകുന്നതാണ് എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായും 3 സ്റ്റാൻസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. +1 ഇംഗ്ലീഷിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിതയും കൂടിയാണ് ഡെത്ത് ദ ലെവലർ. ആദ്യം നമ്മൾ സ്റ്റാൻസ വൈസ് ആയിട്ട് ഒരു അർത്ഥം പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് നിന്ന് പ്രധാനമായും നമ്മൾ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ പറയൂ കേട്ടോ. സോ ഹിയർ പ്ലീസ് ലുക്ക് അറ്റ് ദ ഫസ്റ്റ് സ്റ്റാൻസ. ഇവിടെ ജെയിംസ് ഷേർലി പറയുന്നു, ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്, നോട്ട് സബ്സ്റ്റൻഷ്യൽ തിങ്സ്. ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് നിന്ന് നിങ്ങൾ ആദ്യം പ്രതീക്ഷിക്കേണ്ട ചോദ്യം, ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരാം, ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്, വൈ? എന്തുകൊണ്ടാണ് പോയിട്ട് നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും പദവിയുടെയൊക്കെ ഈ മഹത്വം ഇതൊക്കെ ഷാഡോസ് ആണ് എന്ന് പറയുന്നതിൻ്റെ കാരണം? ഉത്തരം അവിടെ തന്നെയുണ്ട്. ബിക്കോസ് ദേ ആർ നോട്ട് സബ്സ്റ്റൻഷ്യൽ തിങ്സ്, ദേ ആർ നോട്ട് പെർമനൻറ്റ്. അത് എന്നും നിലനിൽക്കുന്ന ഒന്നല്ല, അത് പെർമനൻ്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് പോയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബ്ലഡും സ്റ്റേറ്റും ഒക്കെ ഷാഡോസ് ആണ് എന്ന് പറയുന്നതിൻ്റെ കാരണം. അവിടെ ബ്ലഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ട്രഡീഷനെയാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്, അല്ലേ? നമ്മൾ ഈ ഒരു ദുനിയാവിൽ നമ്മൾ വലിയ തറവാട്ടി പിറന്ന ആളുകളാണെങ്കിലും, വലിയ പാരമ്പര്യവും പദവിയും മഹിമയൊക്കെയുള്ള ആളുകളാണെങ്കിൽ പോലും അതൊന്നും എന്നും നിലനിൽക്കുന്ന ഒന്നല്ല. നമ്മൾ മരിക്കുന്നത് വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതൊക്കെ ഉപകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. There is no armor against fate. That is also a serious concern. എക്സാമിന് ചോദിക്കാറുണ്ട്, what is the word there is no armor against fate, which means no one can prevent death, no one can escape from death, death is inevitable. അതായത് മരണം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാളെ കൊണ്ടും കഴിയൂല. അങ്ങനെയുള്ളൊരു കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റാൻസയ്ക്കകത്ത് നിന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പെർസോണിഫിക്കേഷൻ്റെ ഉദാഹരണമാണ് ഡെത്ത് ലെയ്സ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. ഡെത്ത് ലെയ്സ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ് എന്ന് പറഞ്ഞാൽ ഡെത്ത് കംസ് ടു ഓൾ. മരണം എല്ലാവരെ തേടിയും വരുന്നുണ്ട്. ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റിച്ച് ഓർ പുവർ, എഡ്യൂക്കേറ്റഡ് ഓർ അൺഎഡ്യൂക്കേറ്റഡ്, കിങ് ഓർ കോമണർ. എല്ലാവരെയും മരണം എന്ത് ചെയ്യും, പിടികൂടും. മരണം എല്ലാവരെയും രുചിക്കും. മരണത്തിൻ്റെ തണുത്ത കൈകൾ എല്ലാവരിലും പതിയും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ സീരിയസ് കൺസേൺ. ഡെത്ത് ലെയ്സ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. ഏതാണ് ഡിവൈസ് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. പെർസോണിഫിക്കേഷൻ ആണ്. Scepter and crown must tumble down, and in the dust be equal made with the poor crooked scythe and spade. ഇതിനകത്ത് എക്സ്പ്ലനേഷൻ നമ്മളോട് ചോദിക്കാറുണ്ട്. ഡെത്ത് ഈസ് എ ലെവലർ, ഡെത്ത് കംസ് ടു ഓൾ, ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റിച്ച് ഓർ പുവർ, ഗുഡ് ഓർ ബാഡ്, കിങ് ഓർ കോമണർ ഇൻ ഫ്രണ്ട് ഓഫ് ഡെത്ത്. മരണത്തിന് മുന്നിൽ നല്ലവനെന്നോ മോശമായ ആളെന്നോ അല്ലെങ്കിൽ ദരിദ്രനെന്നോ ധനികനെന്നോ യാതൊരു രീതിയിലുള്ള ഭാവവ്യത്യാസവും മരണത്തിന് മുന്നിലില്ല. മരണം എല്ലാവരെയും എന്ത് ചെയ്യും, ഒരുമിപ്പിക്കും. ലെവൽ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതായത് കിരീടവും ചെങ്കോലും സൂചിപ്പിക്കുന്ന രാജാവിനെയും അരിവാളും കുന്തവും സൂചിപ്പിക്കുന്ന കർഷകനുമായിട്ട് മരണം എന്ത് ചെയ്യും, മണ്ണിൽ വെച്ച് ഈക്വലൈസ് ചെയ്യും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ ഹിയർ ദ പോയിറ്റ് ഈസ് ട്രൈങ് ടു സേ ദാറ്റ് ഡെത്ത് ഈസ് എൻ ഈക്വലൈസർ. ഓക്കെ, ഇവിടെ സെപ്റ്ററും ക്രോണും സൂചിപ്പിക്കുന്നത് കിങ്ങിനെയാണ്, റോയൽ ക്ലാസ്സിനെയാണ് ഇവിടെ സെപ്റ്ററും ക്രൗണും സൂചിപ്പിക്കുന്നത്. സൈത്തും സ്പേഡും സൂചിപ്പിക്കുന്നത് ഏതിനെയാണ്, ഈ വർക്കിംഗ് ക്ലാസ്സിനെയാണ്, ലാബറേഴ്സിനെയാണ്, കോമണേഴ്സിനെയാണ്. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മെറ്റോണിമി. മെറ്റോണിമിക്ക് ഉദാഹരണമാണ് സെപ്റ്ററും ക്രോണും, അതുപോലെ സൈത്ത് ആൻഡ് സ്പെയ്ഡ് എന്ന് പറയുമ്പോഴും. ഓക്കെ, ദെൻ അവിടെ ഇപ്പോൾ ക്രൂക്ഡ് സൈത്ത് ആൻഡ് സ്പെയ്ഡ് എന്ന് പറയുമ്പോൾ ആ ലൈനിനകത്ത് അതൊരു പെർസോണിഫിക്കേഷൻ ഉദാഹരണമാണ്. അതുപോലെ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയുന്ന ഒരു ഡിവൈസിനും കൂടെ ആ സംഗതി ഉദാഹരണമാണ്.
ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. അവിടെ നിന്നുള്ള റൈമിങ് വേർഡ്സ്, റൈം സ്കീം, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടെ ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പെർസോണിഫിക്കേഷൻ ഉദാഹരണം പഠിക്കണം. അതുപോലെ എന്തുകൊണ്ടാണ് ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആ ഷാഡോസ് എന്ന് പറയുന്നത്, അവിടെ മെറ്റോണമിയുടെ ഉദാഹരണം, പെർസോണിഫിക്കേഷൻ്റെ ഉദാഹരണം, ഈ കാര്യങ്ങളൊക്കെ ശരിക്കും പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റാൻസയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും പ്രധാനമായും ചോദിക്കുന്ന കാര്യങ്ങൾ, ആദ്യം നമ്മൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. സം മെൻ വിത്ത് സോർഡ്സ് മേ റീപ്പ് ദ ഫീൽഡ്. ചില ആളുകൾ വാളുകൾ കൊണ്ട് എന്ത് ചെയ്യും, വിളവെടുപ്പ് നടത്തും. ആൻഡ് പ്ലാന്റ് ഫ്രഷ് ലോറൽസ് ഫോർ ദ കിൽ. ആളുകളെ കൊന്നിട്ട് സ്വന്തമായൊരു വിജയഗാഥ അവർ തീർത്തേക്കാം. ബട്ട് ദ സ്ട്രോങ് നോസ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് yield. പക്ഷെ അവരുടെ നാഡീഞരമ്പുകളും അവസാനം ക്ഷയിക്കും. ദ ടൈം ബട്ട് വൺ another still early or late they stoop to fate. ഇന്നല്ലെങ്കിൽ നാളെ അവരും ഈ വിധിക്ക് മുന്നിൽ കീഴടങ്ങുമെന്ന് പറയുന്നുണ്ട്. ആൻഡ് മസ്റ്റ് ഗിവ് അപ്പ് ദിയർ മർമറിംഗ് ബ്രെത്ത് വെൻ ദേ പെയിൽ ക്യാപ്റ്റീവ്സ് ക്രീപ് ടു ഡെത്ത്. മരണത്തിന് മുന്നിൽ ശരിക്കും തടവുകാരെ പോലെ അവരും എന്ത് ചെയ്യും, മരണത്തിന് മുന്നിൽ കീഴടങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവിടെ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് സം മെൻ വിത്ത് സ്വോർഡ്സ് മേ റീപ്പ് ദ ഫീൽഡ്. എന്താണ് ആ ഒരു ലൈന് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കാം. അതായത് ചില ആളുകൾ വാളുകൊണ്ട് വയലിൽ കൊയ്യുന്നു, വിളവെടുപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് സം പവർഫുൾ കൺകറേഴ്സ് മൈറ്റ് അറ്റാക്ക് അതേഴ്സ് ലാൻഡ് ആൻഡ് ഒക്യുപ്പൈ ദെം. അതായത് ചില ആളുകൾ മറ്റുള്ളവരുടെ സ്ഥലങ്ങളും അല്ലെങ്കിൽ ഭൂമിയൊക്കെ ആക്രമിച്ചിട്ട് അവർ സ്വന്തമാക്കുന്നു. ആക്ച്വലി ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നെപ്പോളിയൻ, ഹിറ്റ്ലർ, ഇവരൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ കൊന്നൊടുക്കിയിട്ട് അവരുടെ ഭൂമി മുഴുവൻ അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചതാണ്. അപ്പം അതാണ് ആക്ച്വലി ഇവിടെ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. സം മെൻ വിത്ത് സ്വാർഡ്സ് മേ റീപ്പ് ദ ഫീൽഡ്. ആക്ച്വലി അങ്ങനെയുള്ള ആളുകൾക്കും വരാനിരിക്കുന്ന ഫെയ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ദേ വിൽ ഓൾസോ ഡൈ. അവരും എന്ത് ചെയ്യും, മരിക്കും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ മേ ബി ചോദിക്കാം, വാട്ട് ഈസ് ദ ഫെയ്റ്റ് ഓഫ് ദ മെൻ വിത്ത് സ്വാർഡ്സ് ഹു ഹോപ്പ് ടു റീപ്പ് ദ ഫീൽഡ്. അങ്ങനെയുള്ള ആളുകൾക്കും എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ദേ ഓൾസോ ഡൈ എന്നുള്ളതാണ്. ആൻഡ് ദർ ഈസ് ഡെത്ത്സ് പർപ്പിൾ അൾട്ടാ. ഈ മരണത്തിൻ്റെ ചുവന്ന ആൾധാര എന്ന് പറയുന്ന ഒരു സംഗതി നെക്സ്റ്റ് സ്റ്റാൻസാക്കകത്തേക്ക് വരുമ്പോൾ അവിടെയുണ്ട്. ഡെത്ത്സ് പർപ്പിൾ അൾട്ടാർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മളോട് ചോദിക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ ഇന്നവിറ്റബിൾ ഡെത്താണ്, ഒഴിച്ചുകൂടാനാവാത്ത മരണത്തെയാണ് അവിടെ എന്ത് കാണിക്കുന്നത്, ഡെത്ത്സ് പർപ്പിൾ അൾട്ടാർ എന്നുള്ളതുകൊണ്ട് കാണിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ ബാറ്റിൽ ഗ്രൗണ്ട്സ് വേർ ബ്ലഡ് ഫ്ലോസ് ആൻഡ് ദ ഗ്രൗണ്ട് ആർ മെയ്ഡ് പർപ്പിൾ വിത്ത് ദ കളർ ഓഫ് ബ്ലഡ്. ദസ് ഇറ്റ് മീൻസ് ബ്ലഡ് ഷെഡ്. അങ്ങനെ ഒരു സംഗതിയും കൂടെ അവിടെ പറയുന്നുണ്ട്. ദെൻ അവിടെ ആ ലാസ്റ്റ് ആൻസയ്ക്കൊക്കെ തീരുന്ന വിക്ടർ വിക്ടിം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ചോദിക്കും. ഇറ്റ് മീൻസ് ദ കങ്കറർ ആൻഡ് ദ കങ്കേർഡ്. അതായത് വിജയിയും പരാജിതനും, ദ ട്രയംഫൻറ്റ് ആൻഡ് ദ ഡിഫീറ്റഡ്, ദ മാസ്റ്റർ ആൻഡ് ദ സ്ലൈവ്. അതാണ് അവിടെ വിക്ടർ വിക്ടിം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ ഇവിടെ ലാസ്റ്റ് ആൻസയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി പറയുന്നു, വാട്ട് ക്യാൻ സർവൈവ് ഡെത്ത്. എല്ലാവരും മരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് മരണത്തെ അതിജീവിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ we can simply say that the actions of the just, which means the good deeds of the righteous people can survive death. അതായത് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തതായിട്ടുള്ള നല്ല പ്രവൃത്തികൾ അതെന്ത് ചെയ്യും, നമ്മുടെ മരണശേഷവും അത് ഇങ്ങനെ സുഗന്ധം പരത്തും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. The good actions blossom in the dust because people will remember them and the aroma of the good actions will continue to waft in the air. ഓക്കെ, then ഇവിടെ ഈ ഒരു കവിതയ്ക്കകത്ത് ഈ ടൈറ്റിൽ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ചോദിക്കും. വിച്ച് മീൻസ് ഡെത്ത് ഈസ് എൻ ഈക്വലൈസർ, ഡെത്ത് ഈസ് എ ലെവലർ, ഡെത്ത് ഷോസ് നോ ഡിസ്റ്റിങ്ഷൻ ആൻഡ് ഹി ക്യാരീസ് ഓഫ് എവ്രിബഡി അലൈക്ക്, high and low, rich and poor, strong and weak, reducing them all to dust. Simply we can say that death is an equalizer. Okay, അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് കേട്ടോ. ഇനി ഇതല്ലാതെ നമുക്ക് ഈ ഒരു കവിതയ്ക്കകത്ത് നിന്ന് 1-2 ലൈൻസ് തന്നിട്ട് ആ ലൈനുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇവിടെ ഈ ഇതിനകത്ത് ലാസ്റ്റ് സ്റ്റാൻസയ്ക്കകത്തെ ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്, അതൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലേ ഈ കവിതയ്ക്കകത്ത് നമ്മൾ കോമൺ ആയിട്ടൊരു ഐഡിയ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് വിൽ കം ടു ഓൾ, എവ്രി വൺ വിൽ ഡൈ, ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റിച്ച് ഓർ പുവർ, കിങ് ഓർ കോമണർ, അങ്ങനെ ഒരു ബ്രീഫായിട്ടൊരു ഐഡിയ നമ്മൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ലൈനിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോഴും
അറിയാത്ത പക്ഷം അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദി ജസ്റ്റ് സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ all people have to die. Kings and clowns, scholars and illiterates, rich and poor, high and low, all will die and become dust. But the actions of the good people will be remembered as they continue to waft their aroma even from the dust. Okay. So then the first line, the glories of our blood and state are shadows, not substantial things. There is no armor against fate. അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണെങ്കിൽ the glory of our birth and our condition are simply like shadows. They are not permanent. They are not concrete. They will not last long. ആ രൂപേനെ എഴുതണം. There is no way we cannot escape from death. ആ കാര്യങ്ങളും കൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഡെത്ത് ലെവൽ എന്ന് പറയുന്ന കവിതയ്ക്കകത്ത് ഓരോ ലൈനുകളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ കവിതയ്ക്ക് പിന്നിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഈ കവിതയ്ക്കകത്ത് ടൈറ്റിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈ ദ ഡെത്ത് ഈസ് കോൾഡ് എ ലെവലർ. ദെൻ ഇവിടെ നിരന്തരം ചോദിക്കുന്ന പെർസോണിഫിക്കേഷൻ്റെ ഉദാഹരണമാണ് ഡെത്ത് ലെയ്സ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ് എന്ന് പറയുന്നത്. ദെൻ മെറ്റോണിമിയുടെ 2 ഉദാഹരണങ്ങളുണ്ട്. സെപ്റ്റർ ആൻഡ് ക്രൗൺ കിങ്ങിനെയാണ്, റോയൽ ഹൈ ക്ലാസിനെയാണ് സൂചിപ്പിക്കുന്നത്. സൈത്ത് ആൻഡ് സ്പെയ്ഡ് അത് കോമണേഴ്സിനെയാണ്, ലാബ്രേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ കാര്യങ്ങൾ അവിടെ ഓർത്തു വെക്കണം. ദെൻ വിക്ടർ വിക്ടിം ആരെ സൂചിപ്പിക്കുന്നു? സം മെൻ വിത്ത് സ്വർഡ്സ് മേ റീപ് ദ ഫീൽഡ് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓൺലി ദ ആക്ഷൻസ് ഓഫ് ദ ഗുഡ് പീപ്പിൾ വിൽ ബ്ലോസം ഇൻ ദി ഡസ്റ്റ്. ആ സംഗതിയുടെ എക്സ്പ്ലനേഷൻ. ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടുന്ന് പഠിക്കണം. നല്ല പോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ മാർക്ക്. സോ എനിവേ സീ യു ഇൻ അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ. താങ്ക് യു.